കല്ലിനുമുണ്ട് കഥ പറയാൻ. പണ്ട് എന്താ LP UP സ്കൂളിൽ പഠിച്ചൊരു പാഠഭാഗത്തിൻ്റെ ക്യാപ്ഷനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ഒരു വലിയ കല്ലിൻ്റെ കഥ പറയുന്ന കല്ലുകൾ കൊണ്ട് മാജിക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയിലേക്കാണ്. അതിൻ്റെ ഉടമ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പുറകിൽ നമ്മുടെ എൽദോസ് ഉണ്ട്. അവനെ എൽദോസ് കൂടെ ഉള്ളത്. സനീഷ് ഉണ്ട്. നമ്മൾ മൊത്ത് ജീവിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ചണ്ഡീഗഡിൽ ഒരു മ്യൂസിയം ഉണ്ട്, റോക്ക് മ്യൂസിയം. അതായത് എന്താ പറയുക, പലപ്പോഴും നമ്മൾ ഏറ്റവും വേസ്റ്റായി കരുതുന്ന പാറക്കഷ്ണങ്ങൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചൊരു മ്യൂസിയം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ 2 വർഷം മുമ്പ്. അതുപോലെ ഈ മുത്തപ്പമ്പുഴ മലമുകളിൽ തേൻപാറയിൽ ഒരുപക്ഷെ അധികം പേർക്ക് പലരും ഒഴിവാക്കിയിട്ട, അല്ലെങ്കിൽ കല്ലും കൂട്ടം കാലം ഒഴിവാക്കിയിട്ട ഒരു പ്രദേശത്തെ ഒരു മനോഹര സ്വർഗ്ഗഭൂമിയാക്കിയ വ്യക്തിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന എൽദോസ്. നമുക്ക് ഒരുപക്ഷെ ഞാൻ ഇവിടെ പല പ്രോപ്പർട്ടികൾ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച അതൊരു ക്രൈസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് എന്താ പറയുക, ഒരു പ്രദേശത്തെ എത്രത്തോളം ഓരോ ഇഞ്ചും ഓരോ സെൻറ്റിമീറ്ററും വളരെ നന്നായി അറേഞ്ച് ചെയ്ത് മനോഹരമായി എന്താ പറയുക സെറ്റാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആനക്കാമ്പോൽ കഴിഞ്ഞിട്ട് മുത്തപ്പമ്പ റോഡിൽ കളരിക്കൽ ജംഗ്ഷനിലാണുള്ളത്. കളരി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് 1 കിലോമീറ്റർ ഉണ്ട് ഡ്രീം റോക്ക് റിസോർട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ പേരെന്താണ്? ഡ്രീം റോക്ക് കേട്ടോ. ഇതുവരെ നമ്മൾ കല്ലിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും റിസോർട്ടിൻ്റെ പേര് പറഞ്ഞില്ല, ഡ്രീം റോക്ക്. അപ്പോൾ ഡ്രീം റോക്കിലേക്കുള്ള യാത്രയാണ്. 1998 ഞാൻ ആനക്കാമ്പോൽ ക്ലിനിക്ക് തുടങ്ങുന്നത്. അന്നൊക്കെ ഈ വഴി ടാറിങ് ഇല്ല, വെറും കല്ലും മാത്രമുള്ള വഴികളാണ്. അന്നൊക്കെ നമ്മുടെ പ്രായമായ പ്രശ്നം നോക്കാനും പ്രമേഹം നോക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ രോഗികളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഈ വഴി ഇങ്ങനെ വരുമായിരുന്നു. പിന്നീട് ഒരിക്കൽ ഈ വഴി ആദ്യമായിട്ട് എന്താ പറയുക, ഈ റോഡിൻ്റെ തേൻപാറയുടെ പീക്ക് വരെ ഏറ്റവും അങ്ങേറ്റം വരെ ജീപ്പ് പോകുന്ന വഴി വരെ എൻഡ് ചെയ്യുന്ന സ്ഥലം വരെ പോയത് ഒരിക്കൽ എനിക്കൊന്ന് ഒത്തിരി നാൾ മുമ്പാണ്. ഒരു ഒരിക്കൽ ഇവിടെ പോയിരുന്നു, നമ്മുടെ വെള്ളരിമല ഒന്ന് കാണാൻ വേണ്ടി. അന്ന് ഇപ്പോൾ പുലർച്ചെ 6 മണിക്ക് പുറപ്പെട്ട് എന്താ പറയുക ബോർഡർ വരെ ജീപ്പിന് പോയി അവിടെ നിന്ന് നടന്ന് പോയൊരു ഓർമ്മ. അപ്പോൾ ഒത്തിരി 20 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. അതാ ഇവിടെ കോട ഇറങ്ങി തുടങ്ങി കേട്ടോ വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് തേൻപാറ എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ എന്താ പറയുക നല്ലൊരു ഭാഗം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അന്നും ഇന്നും തേൻപാറയും ആനക്കാമ്പോലും മുത്തപ്പമ്പുഴയൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഇവിടെ ശരിക്കും ഒരു മഴ പെയ്താൽ, ചന്നമിന്നെ മഴ പെയ്തുണ്ട്, ഒരു മഴ പെയ്താൽ ഇവിടുത്തെ എന്താ പറയുക രൂപവും ഭാവവും മാറും. ഈ മലകളുടെയും ഈ വഴികളുടെയും ഈ കാടുകളുടെയൊക്കെ മനുഷ്യസ്പർശം വളരെ കുറഞ്ഞു മാത്രം ഏറ്റിട്ടുള്ള ഒരു പ്രദേശത്തിലേക്കാണ് കടന്നു പോകുന്നത്. 2 സൈഡിലും പുഴയുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇങ്ങനെ എത്താം, കുറച്ച് ദൂരമുണ്ട്. ഇതാ മേഘം മൂടിയ ഒരു മല, ചെറിയൊരു മഴ കഴിഞ്ഞ് നിൽക്കുക. അവിടെ താഴെ ശബ്ദം കേൾക്കുന്ന ഇവിടെ പുഴയാണല്ലോ കേട്ടോ. താഴെ കൂടെ പുഴ ഒഴുകുന്നു, പുഴയുടെ ശബ്ദം കേൾക്കാം. ഈ പുഴയുടെ ഓരത്ത് ഈ റോഡിൻ്റെ മറുവശത്തായിട്ടാണ് നമ്മുടെ ഡ്രീം റോക്ക് റിസോർട്ട്. ചെറിയൊരു മഴ പെയ്തതിൻ്റെ തുളുമ്പിൽ അങ്ങ് നിൽക്കുകയാണ്. ഡ്രീം റോക്കിൻ്റെ ഈ ബോർഡും പരിസരവും ഈ മനോഹരമായ പ്രോപ്പർട്ടിയും. കല്ല് വിരിച്ച മുറ്റം കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ഒരു പ്ലേ ഏരിയയാണ് നമ്മുടെ കുട്ടികളുടെ. ഇത് ശരിക്കും റെസ്റ്റോറൻറ്റ് ആൻഡ് റിസപ്ഷൻ ഏരിയയാണ്. അങ്ങോട്ട് കയറാം. അതിന് മുമ്പ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വീക്ഷണം ആവാമല്ലോ. താഴെ നമ്മുടെ എൽദോസും സുഹൃത്തുക്കളും ഉണ്ട്. എൽദോസ് താഴേക്കൊന്ന് പോലെ
ഇത് കൊള്ളാമല്ലോ. ഇവിടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് അന്നൊന്നും ഇല്ലായിരുന്നു. ഇത് രസമാണ്, ഇത് രസമുണ്ട്. ഇതിങ്ങനെ പൂത്തതല്ലേ, കുറച്ച് കഴിയുമ്പോൾ വളർന്ന് അല്ലേ. അത് കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഇത് അന്ന് വന്നപ്പം ഉണ്ട്, അന്ന് വന്നപ്പോൾ ഇല്ലായിരുന്നത്. അതിന് ശേഷം ഡെവലപ്പ് ചെയ്തല്ലേ. അവിടെ അതെന്താ അതെയോ, അവിടെ സെറ്റാക്കുന്നുണ്ട്. ഓക്കെ. ചെറിയൊരു കുട്ടികൾക്കുള്ള ഇതും ഉണ്ടല്ലോ ഇവിടെ. ചെറിയൊരു അവിടെ പ്ലേ ഏരിയ ഉണ്ട്, ഇവിടെയുണ്ട്. യെസ്. നമ്മളങ്ങനെ എന്താ പറയുക, ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം അല്ലേ. എന്തോ സാധാരണ ഒരു ഇതുള്ളത്, എല്ലാ സ്ഥലങ്ങളും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള മണ്ണ് മുഴുവൻ കയറ്റിക്കൊണ്ടുപോയി. അതെ. ഒരു കല്ല് പോലെ എടുത്ത് മാറ്റാതെ കല്ലിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് രണ്ട് പാറയ്ക്കിടയിലുള്ള ഗ്യാപ്പ് ഇവർ ഫില്ല് ചെയ്ത് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, മണ്ണ് മാറ്റും, പാറ പൊട്ടിച്ച് മാറ്റും. പാറ അതായത് ഡ്രീം റോക്കെ നിലനിർത്താൻ വേണ്ടി മണ്ണിനെ പുറത്തു കൊണ്ടുവന്നു. ഈ ബിൽഡിംഗ് ഒക്കെ നോക്കൂ സാറേ, അതൊക്കെ മുഴുവൻ ശരിയാണല്ലോ. നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ആ കോട്ടേജ് നിലനിൽക്കുന്ന പാറയുടെ പുറത്താണ് അല്ലേ. അപ്പം ഈ ഡ്രീം റോക്ക് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് വാക്കാണ് കിട്ടിയത്. ഈ റോക്ക് എന്ന് പറയുന്ന സ്വപ്നപ്പാറ എന്ന് പറയാം അല്ല. ഈ റോക്ക് എന്ന് പറയുന്നതിന് മറ്റൊരു റോക്ക് മ്യൂസിക് ഉണ്ട്. പാറയിലെ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ സ്വപ്നമായിരുന്നു. അപ്പം പാറയും സ്വപ്നഭൂമിയാക്കി മാറ്റാനാവുമെന്ന് എൽദോസ് തെളിയിച്ചിട്ടുണ്ട്. അതാണ് കാര്യം. നമ്മൾ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, ആ റോഡ് സൈഡ്. ഇതും പുഴയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡ്രീം റോക്ക് എന്ന സ്വപ്നഭൂമിയുടെ മുഖ്യ പ്രയോജകനായ എൽദോസാണ്. ഈ കക്ഷി കണ്ടിട്ട് വലിയ പണിയാണ്. അപ്പം കൂടെ സജിയുണ്ട്, മാത്യു ഉണ്ട്. അറിയാം, ഇവർ 3 പേരാണ് ഈ സ്വപ്നഭൂമിക്ക് വേണ്ടി എന്താ പറയുക സ്വപ്നം കണ്ടവർ. അപ്പോൾ ഈ എൽദോസിനെ കണ്ടിട്ട് വലിയ പണിയാണ്. ഇദ്ദേഹവും മിക്കപ്പോഴും എന്താ പറയുക ഇങ്ങനെ പറന്നു നടക്കുന്ന ആളാണ്. നാട്ടിൽ ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുന്ന സാധനം വളരെ കുറവാണ്. അപ്പം വളരെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തം ശ്രമിക്കുന്നത്. പക്ഷേ എൽദോസിനെ കൈ കിട്ടാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാറുന്നത്. അപ്പോൾ എൽദോസ് ഇന്ന് വൈകിട്ട് തന്നെ ഇപ്പം യാത്ര പോവുകയാണ്. 6 മണിക്ക് പോകണം. ഇപ്പോൾ സമയം 4:30 അപ്പോൾ പറയൂ ആ കഥ. ഈ ഒരു എന്താ പറയുക, എല്ലാവരും ഒഴിവാക്കിയിട്ട് ഈ പാറക്കെട്ടിനെ, തേൻപാറിലെ പാറക്കെട്ടിൻ്റെ ഇത്ര മനോഹരമായ സ്വപ്നഭൂമി സ്വർഗ്ഗഭൂമിയാക്കി മാറ്റിയ കഥ എന്ന് പറഞ്ഞ്. ഞങ്ങൾ 2018 ഈ ലാൻഡ് വാങ്ങുന്നത്. അന്നൊരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ലാൻഡായിരുന്നു. ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു ഇത്. അപ്പം അന്ന് വാങ്ങി, അതിനുശേഷം കൊറോണ കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ ആ പ്രൊജക്റ്റ് നിർത്തിവെച്ചു. കോവിഡ് ശരിക്കും നമ്മളെയും ബാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങിയപ്പോൾ ഇവിടെ മൊത്തത്തിൽ പാറയായിരുന്നു. ഇവിടെ പാറ മാത്രമേ വന്നിട്ട് കാണുന്നുള്ളൂ. ഇതിന്റെ സ്ഥലത്തിന്റെ പേരും തേൻപാറ എന്നാണ്. തേൻപാറയാണല്ലോ. ഞങ്ങൾ ഈ പാറ ആയിട്ടുള്ള ഈ ഒരു പാറയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ള മാക്സിമം പാറകളൊന്നും പൊട്ടിക്കാതെ തന്നെ നമ്മളിത് മാക്സിമം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടാലറിയാം, എല്ലാം പാറയുടെ മുകളിൽ തന്നെയാണ്. ഒരു തൂമ്പ മണ്ണ് പോലും മാറ്റാതെ മാക്സിമം മണ്ണ് ഇവിടേക്ക് കൊണ്ടുവരാന്നല്ലാണ്ട് ഇവിടുന്ന് മണ്ണ് എടുത്തു പോകുന്ന ഒരു പരിപാടി അല്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വരുമ്പം പൊതുവെ പ്രതിസ്ഥകൾ പറയുന്നത് നമ്മൾ അവിടുത്തെ മണ്ണ് നശിപ്പിക്കുന്നു, ആ പ്രകൃതി നശിപ്പിക്കുന്ന. നേരെ തിരിച്ച് ഡ്രീം റോക്ക് റിസോർട്ട് മണ്ണ് പ്രിസർവ് ചെയ്തത്. അതാണ് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ശരിക്കും പറയാം. തികച്ചും ശ്ലാഘനീയം കേട്ടോ. കല്ലുകളൊക്കെ മാക്സിമം നമുക്ക് ഇവിടെ തന്നെ മാക്സിമം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് എല്ലാ കല്ലുകളും നമ്മളിവിടെ മാക്സിമം അത് എന്താ പറയുക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കും ഭൂമിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമ്മളത് കൈകാര്യം. അല്ല അവിടെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാലമുണ്ട് എൽദോസ്. അങ്ങനൊരു കർഷകപുത്രനാണ്. ഒരു കർഷകർ ഒരിക്കലും മണ്ണിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് പ്രകൃതി നശിപ്പിക്കാൻ പറ്റില്ല. അത് ഒരു പക്ഷേ AC റൂമിലിരിക്കുന്ന മെട്രോ നഗരത്തിലിരിക്കുന്ന AC റൂമിലിരിക്കുന്ന പറയുമെങ്കിലും ഒരു കർഷകപുത്രനോ മണ്ണിനെയോ പ്രകൃതി നശിപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ ജീവൻ ഈ മണ്ണിനകത്താണ്. അപ്പോൾ ആ കർഷകപുത്രൻ്റെ എല്ലാ നന്മകളും എനിക്കത് ഒരു 3 പേരും എനിക്കൊരു കർഷകപുത്രരാണ്. 3 പേര്. നിങ്ങൾ സജിയാണെങ്കിലും മാത്യു, നിങ്ങൾ 3 പേരും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാരണവന്മാരുടെ സാധനങ്ങളുടെ ബാക്കിപത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവും. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഒത്തിരി പേർക്ക് മാതൃകയാവേണ്ടതാണ്. ഇതെൻ പറയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. തുടക്കത്തിലെ പ്രാരംഭത്തിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ ലാൻഡ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു, ടെറേനായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എത്തിക്കലും ഒക്കെ. പക്ഷേ അത് ഞങ്ങളത് കുറേ സാക്രിഫൈസ് ചെയ്ത് ഞങ്ങളത് സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് മാറാൻ
കാരണമായി. ഇപ്പം ഞങ്ങൾക്ക് നിലവിൽ 7 കോട്ടേജ് ഇവിടെയുണ്ട്, പിന്നെ 10 പേരുടെ ഒരു ഡോർമെട്രി സിസ്റ്റം ഉണ്ട്. 7 കോട്ടേജ് നമുക്ക് എത്ര പേരെ വരെ നമുക്ക് മാക്സിമം 40 to 45 പേരെ വരെ നമുക്ക് അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു 100 പേരുടെ ഒരു പാർട്ടി ഹാള്, അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഏരിയയിൽ ഇപ്പോൾ ഉള്ളതിൽ ഒരു ഏറ്റവും വലിയ പാർട്ടി ഹാള്. അപ്പോൾ അത് നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിയോ ബാപ്റ്റിസം അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ്, ബിസിനസ് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോൾ അതിനൊക്കെയുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. അതുപോലെ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് 2 സൈഡിലും ഇത് പുഴയാണ്. ഇരുവശവും പുഴയാണ്. അപ്പം അതേപോലെ ഇവിടെ ക്ലൈമറ്റ് ഇപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ ഫോഗി ആയിട്ടുള്ളൊരു നമ്മുടെ വയനാടിന്റെ സെമി വയനാട് ക്ലൈമറ്റ് എന്ന് പറയാറില്ലേ, അത് തന്നെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഈ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെയാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആ കാണുന്ന മലയുടെ മറുപുറം വയനാടാണ്. മറ്റൊന്ന് ഈ മലയുടെ കൂടെയാണ് നമ്മുടെ തുരങ്കപാത അല്ലേ, തുരങ്കപാത വരാൻ പോകുന്നത്. ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ മാറിയിട്ടാണ് തുരങ്കം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് പ്രൊപ്പോസ്ഡ് തുരങ്കപാത വരാനുള്ളത്. ഓക്കെ. പിന്നെ അപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് നമുക്ക്? ഇനിയിപ്പോൾ നമുക്കൊരു 1/2 ഏക്കർ സ്ഥലവും കൂടെ അവിടെ ഉണ്ട്. അവിടത്തേക്ക് ഒരു 7 കോട്ടേജ് 8 കോട്ടേജും കൂടെ ആക്കിയിട്ട് നമുക്കൊരു 15 കോട്ടേജ് വരുന്ന രീതിയിൽ മാക്സിമം 60-70 പേരെ വരെ ഒരു ഫുൾ പ്രോപ്പർട്ടി ഒരു 60 പേര് വരെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യാനാണ് പ്ലാന്. അങ്ങനെയാണ് നമ്മുടെ കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങൾ 3 പേരും ചെറുപ്പക്കാരാണ്, യങ്സ്റ്റേഴ്സ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. 2 പേരുള്ളത് അവർ 2 പേരും NRIs ആണ്. അതെ, NRIs ആണ്. സജി ആണെങ്കിലും മാത്യു ആണെങ്കിലും 2 പേരും എനിക്ക് പേഴ്സണൽ അറിയാവുന്നവരാണ്. ഈ നാട്ടുകാരാണ്, ദുബൈയിലാണ്. 2 പേരും ഇവിടെ തന്നെയുള്ള ഇവിടെ തൊട്ടടുത്ത്. അതെ, ഈ നാട്ടുകാർ തന്നെയാണ്. അതെ, നെല്ലിപ്പോലും അല്ലെ അക്കരെ കണ്ടമ്പച്ചാറൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ആനിക്കാമ്പോലിൻ്റെ, അതായത് ഈ മലയോര മേഖലയുടെ പൾസ് അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് അവർ. അതാണ് ഈ ആനിക്കാമ്പോലും പ്രത്യേകത ഉണ്ട്. തിരുവമ്പാടിയും കോഴിക്കോടും പുല്ലുരാമ്പറയും മഴവെല്ലാം അവസാനം മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. 10-25 വർഷമായതുകൊണ്ട് അറിയാം. ആനിക്കമ്പലിലും തേൻപാറയിലൊക്കെ മുത്തമ്പഴൊക്കെ അവസാനം മഴ പെയ്യുള്ളൂ നമ്മുടെ കാലവർഷം. പക്ഷേ മഴ തുടങ്ങിയാൽ പിന്നെ ഫുൾ ടൈം മഴ തന്നെയാണ്. ഇപ്പം എൽദോസ് പറയായിരുന്നു ഇവിടുത്തെ മഴയുടെ ഒരു സ്വഭാവം. പറയൂ. ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ മഴ ഉള്ള ചിറാപുഞ്ചി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ മിനിമം കോഴിക്കോട്ടേക്ക് ചിറാപുഞ്ചി. അതെ, കോഴിക്കോടിൻ്റെ ചിറാപുഞ്ചി. അപ്പം എപ്പോഴും മഴ ഉണ്ടാവും. അതും നല്ല നൂല് പോലെ പെയ്യുന്ന നൂൽമഴ. അതുകൊണ്ടൊക്കെ ആയിരിക്കും പാറയെ കൂടെ എപ്പോഴും പേരാ തേൻപാറ അല്ലേ. മഴ വെള്ളം ഇങ്ങനെ തേൻ പോലെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ ആയിരിക്കാം ചിലപ്പം തേൻപാറ എന്നൊക്കെ ആൾക്കാർ പണ്ട് പോലെ ഇവിടെ ഇടാൻ കാരണമല്ലേ. അതെ, മഴ അത്യാവശ്യം അപ്പോൾ ഒരു നല്ലൊരു റൊമാൻറ്റിക് മഴ തന്നെയാണല്ലേ, കാൽപ്പനികത ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. അതായത് മഴക്കാലത്തെ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നല്ല കോടയും. ഈ ബിൽഡിംഗ് 2 കോട്ടേജ്, ഇതെന്താ? ഇത് ട്വിൻ കോട്ടേജ് ആണ്. യെസ്, നമ്മുടെ ഉള്ള പ്രീമിയം കോട്ടേജുകളാണ്. ഒന്ന് തുറന്ന് കാണാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കൂ, അവിടെ ഇങ്ങനെ കോട കയറി വരുന്നുണ്ടോ? നോക്ക്, അങ്ങോട്ട് നോക്കിയാൽ അറിയാം. നോക്ക്, ഇത് കണ്ടോ, കോട കയറി വരികയാണ്. ഡ്രീം റോക്ക് റിസോർട്ടിൻ്റെ പ്രീമിയം ട്വിൻ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണേ. ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഇവിടെ കയറി വരുമ്പം കാണുന്നതൊരു വിശാലമായ ഒരു സിറ്റ് ഔട്ടുണ്ട്, ഹോളുണ്ട്. ദെൻ ഇതാ നമ്മളതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തുകയാണ്. മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂം നോക്കൂ, മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. ഇതും കൂടാതെ മറ്റൊരു ബെഡ്റൂം കൂടി അപ്പുറത്തുണ്ട്. ഇവിടെ ഇതാ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പുറത്തുനിന്നുള്ള വ്യൂ കാണണം, അതൊരു അസാധ്യ വ്യൂ ആണ്. പുറത്തുള്ള വനത്തിൻ്റെ ഒരു അസാധ്യ വ്യൂ കാണാം. പുറത്തുള്ള ഒരു തോടാണ്, ഒരു പുഴയാണ്, പുഴയുടെ അക്കരെ വനമാണ്. ഇതാ നമ്മുടെ 3 ചേട്ടന്മാർ 3 കിങ്സ് അവിടെ നിൽപ്പുണ്ട്. ദെൻ നോക്കൂ, ഇത് കണ്ടോ, അത് ഇവിടെ ഇതിലാണ് പുഴ ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞാൽ ഇരുവഞ്ഞിപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള പുഴ. അത് പക്ഷേ വയനാടൻ മലനിരകളുടെ പശ്ചിമഘട്ട വയനാടൻ മലനിരകളുടെ താഴ്വാരത്തൂടെ ഒഴുകുന്ന പുഴയാണിത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഇതിൻ്റെ ജസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മുടെ മറ്റേ പുഴ. 2 പുഴകൾ നടുക്കാണ് നമ്മുടെ എന്താ പറയുക, ഈ പുസ്തകം സനേഷ്ജിയും പറഞ്ഞ പോലെ 2 പുഴകളാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. പലർക്കും ഈ പാറക്കല്ലുകളൊക്കെ ഒരു ബാധ്യതയാണ്. പക്ഷേ ആ പാറക്കല്ലിനെ എങ്ങനെ സ്വർണ്ണമാക്കാമെന്ന് ആൽക്കെമിസ്റ്റ് എന്ന വാക്കിനെ അറിയാമല്ലോ. പണ്ടൊരു കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കെമിസ്ട്രി കുറവാണ്, എന്നാൽ പോലും 12ാം നൂറ്റാണ്ടിലൊക്കെ ചിന്തിച്ചിരുന്നു. കെമിക്കൽസിനെ കൂട്ടിച്ചേർത്ത് സ്വർണ്ണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒത്തിരിയേറെ കെമിസ്റ്റുകളുണ്ട്. അവരാണ് ആൽക്കെമിസ്റ്റ് അറിയപ്പെട്ടിരുന്നതാണ് എൻ്റെ ഓർമ്മ.
ഇനിയിപ്പം തെറ്റാണെങ്കിൽ അറിവുള്ള കെമിസ്ട്രി അധ്യാപകർ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൽക്കെമിസ്റ്റാണ് നമ്മുടെ എൽദോസ് എന്ന് പറയുക, എൽദോസും ടീമും. ഒരു പാറക്കെട്ടിനെ എങ്ങനെ സ്വർണ്ണമാക്കാമെന്ന് എന്താ പറയുക ശരിക്കും തെളിയിച്ചു തന്നിരിക്കുന്നു എൽദോസും മാത്യുവും സജിയും. അസാധ്യം തന്നെ. കണ്ടോളൂ എങ്ങനെയാണ് ഒരു ടവലിനെ ഒരു എന്താ മനോഹരമായ പുഷ്പമാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ 4 മൂല ഒന്ന് മടക്കി. ഇനി എന്താണ് അടുത്തതെന്താണ്? നമ്മുടെ ആർട്ടിസ്റ്റിന് നമ്മുടെ അദ്ദേഹം മുഖം കാണിക്കാൻ താല്പര്യത്തില്ല, അദ്ദേഹം മുഖം കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ അങ്ങനെയല്ല, അവർ മുഖം കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല, പബ്ലിക് കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. അടിപൊളി, സൂപ്പർ. എങ്ങനെ ആ പൂ ഇങ്ങനെ വിരിഞ്ഞ് വരികയാണ് സുഹൃത്തുക്കളെ. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇതാണ് നമ്മുടെ ട്വിൻ ബെഡ്റൂമാണ്, പ്രീമിയം ട്വിൻ ബെഡ്റൂം. ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതാ ഒരു ബെഡ്റൂം. ദെൻ ഇവിടെ നമ്മുടെ ഒരു ഹോളുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് അടുത്ത ബെഡ്റൂം. ദെൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മനോഹരമായ കാടിൻ്റെ കാഴ്ചയിൽ ആനിക്കമ്പുവിലെ മുത്തമ്പുഴയിലെ വൺ ഓഫ് ദി പ്രീമിയം പ്രോപ്പർട്ടിയാണിത്. കൊടുക്കുന്ന പണത്തിന് അതൊക്കെയുള്ള മൂല്യം നൽകുന്ന അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ള പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീം റോക്സിൻ്റെ റിസപ്ഷനിലേക്ക് കിടക്കാം. വന്നപ്പോൾ അക്കരെ മല കുറച്ചൊക്കെ കാണാമായിരുന്നു, ഇപ്പം പൂർണ്ണമായും കുട മൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൻ്റെ മുഴുവൻ വിഭവഭീഷണം കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ DRR ഡ്രീം റോക്ക് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഡൈനിങ് കം എന്താണ് നമ്മുടെ ഗെയിമിംഗ് ഏരിയ ആണ് അല്ലേ. അക്കൂടുതൽ മുകളിൽ ഹോളും ഉണ്ട് അല്ലേ, 200 പേർക്ക് ഇരിക്കാവുന്ന ഏരിയ. 100 പേർക്ക്. യെസ്, റിസപ്ഷൻ ഏരിയ ആണിത്. റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ നേരെ കടന്നു ചെല്ലുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ അതെന്തത് ഗെയിം ഏരിയ ആണ് ഇവിടെ. യെസ്, എന്തൊക്കെയാണ് നമ്മുടെ എന്തൊക്കെ ഗെയിമുകളാണ് സെറ്റാക്കിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ സാർ? ഞങ്ങൾക്ക് പലതും നമുക്ക് ഫ്യൂസ് ബോൾ ഉണ്ട്. യെസ്, ഫ്യൂസ് ബോൾ അല്ലേ. ചെസ് ഉണ്ട്, ക്യാരംസ്. ഓക്കെ. ശരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളുടെ ഏരിയ ആണിത്. മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഗെയിം ഏരിയയിലേക്ക് വന്നു. ഇവിടുന്ന് നമ്മൾ നേരെ ഒരു സ്റ്റെയർ കേസ് എത്തുന്നത്. കയറി നോക്കാം. നേരത്തെ പറയണ്ടല്ലോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇപ്പോൾ എന്താണ് മുകളിലുള്ളതെന്നുള്ള കാര്യം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി ഇവിടെ ലാൻഡിംഗ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ വീണ്ടും ദൂരെ കാണാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂടൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ. അവിടുന്ന് നമ്മൾ എത്തുന്നത് ഒരുപക്ഷെ അനിക്കാമ്പൂരിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു ഹോളിലേക്കാണ്. നമുക്ക് നല്ലൊരു എന്താ പറയുക പാർട്ടി മീറ്റിംഗ് കൂടാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് ഇവിടെ ഞാൻ വന്നിരുന്നതിന് മുമ്പ് പലപ്പെട്ട വന്നെങ്കിൽ ലാസ്റ്റ് വന്നത് എൽദോസിൻ്റെ മോൻ്റെ ബർത്ത്ഡേ എന്നാണ്. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ആയിരുന്നു എൽദോസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണെങ്കിലും അതൊരു നല്ലൊരു അന്നത്തെ ഓർമ്മകൾ ഇവിടെ ഇപ്പോഴും മനസ്സിലുണ്ട്. ഞങ്ങളന്നാണ് ലാസ്റ്റ് വന്നത്. മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള റൂം. ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഡ്രീം റോക്ക് റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. അസാധ്യ വ്യൂ ആണ് അവിടെ. പക്ഷേ ഇപ്പോൾ ഒരു നിർഭാഗ്യവശാൽ കോട മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വല്ലതും കാണാനാവുമോ എന്നറിയില്ല. 0 വിസിബിലിറ്റിയാണ് സാധ്യതയുള്ളത്. ഇവിടുത്തെ വ്യൂ അസാധ്യമാണ്. ഈ ഏരിയയുടെ ഏറ്റവും മനോഹരമായ വ്യൂ കിട്ടുന്ന ഒരു പ്രദേശത്താണ്. കോട മൂടി കിടക്കുന്നെങ്കിലും ഒരു പണ്ട് ഒരു കവിത ഓർമ്മയുണ്ടോ അല്ലേ? എന്താ പറയുക, ചന്ദ്രനെക്കുറിച്ച്. ആ തെങ്ങിനോടൊപ്പം വളർന്ന ഒരു മനോഹരമായ മലനിര. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചുറ്റും കോട മൂടി കിടക്കുകയെന്നേ, അതുകൊണ്ട് ശരിക്കും വിസിബിലിറ്റി ഇല്ല. എങ്ങനെയുണ്ട് സതീഷ്? അതാ ഇവിടെ ആകെ മൊത്തം നമ്മൾ കുടക്കാതാ അല്ലേ? യെസ്,
അല്ല അതൊക്കെ അല്ല വിട്ടുതറിയോ താഴെ വരെ ഫുൾ കോടയാണ്. ടിപ്പ് മാത്രം കാണാം. എന്തൊരു മനോഹര വ്യൂ അതല്ലേ. ചന്ദ്രന് പോയവർക്കൊക്കെ നേരെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. അതെ. ഈ സനീഷിയുടെ ആ ഒരു എന്താ പറയുക ഇമാജിനേഷൻ മുമ്പ് ഒന്നും പറയാനില്ല. വേറെ ഒന്നും വേണ്ടതേ. ഇവിടെ നിന്നാൽ മതി. ഒരു ചെയറൊക്കെ ഇട്ട് അല്ലേ, ഒരു നല്ല പൂർണ്ണയന്ത്രമുള്ള ഒരു രാത്രിയിൽ അതൊരു ഫീൽ ആയിരിക്കും. ടെന്റ് കൊടുക്കാറുണ്ട്. യെസ്, ടെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ജീവിക്കൂട്ടാ റൂഫ് ടോപ്പ് ടെന്റ് സ്റ്റേ നമുക്ക് ഇവിടെ ടെന്റ് സ്റ്റേ ആക്കിയാലോ ഒരു ദിവസം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെന്റ് അടിച്ച് അവിടെ കൂടാ. ടെന്റ് ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യും. 4 ടെന്റ് നൈസായിട്ട് ഇവിടെ അടിക്കുക. അടിപൊളി ടെന്റ് ഉണ്ടല്ലോ. എങ്കിൽ അധികം വൈകാൻ ഞങ്ങൾ വന്നിരിക്കും ഇവിടെ കേട്ടോ. തമാശ അല്ലേ? ഡിസംബറിൽ ഈ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഇത് കാണത്തില്ലെങ്കിൽ പറയുന്നത് വലിയ കാണുന്നത് വലിയ മലയാണ്. ഇവിടെ ഒരു മലയുണ്ട്, കോട മൂടി നിൽക്കുക. അപ്പോൾ ഇവിടെ ഒരു രാത്രി ഇവിടെ ടെന്റ് അടിച്ച് കൂട്ടണം. നമ്മൾ ഫുൾ സേഫാണ്. കാരണം താഴെ ഒന്നും എല്ലാവരും സേഫാണ്. അപ്പോൾ നമ്മൾ ടെന്റ് അടിച്ച് ഇവിടെ കൂടുന്നു. നമ്മൾ സേഫാണ്, അവിടെ പേടിക്കണ്ടല്ലോ. അപ്പോൾ അതൊരു നമുക്ക് പ്ലാൻ ചെയ്യാം, സെറ്റാക്കാം. ഒരു ഡിസംബറിൻ്റെ തണുപ്പിൽ അധികം വൈകാതെ. ഇന്ന് ഡിസംബർ 1 തണുപ്പ് തുടങ്ങിയോ? ഇവിടെ ഓൾറെഡി തണുപ്പുണ്ട്. പുഴയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വെള്ളം ഭയങ്കര നല്ല ഹാർഡ് വെള്ളം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബർമ്മ എടുക്കാമായിരുന്നു, ഒന്ന് ചളാവായിരുന്നു അല്ലേ. ഞാനത് അന്ന് നമ്മളെ കോടയൊക്കെ മാറി. ആ കാണുന്നത് പൂവാറന്തോട് തമ്പുരാങ്കൊല്ലി ഭാഗമാണ്. അപ്പോൾ അതിന് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്, നമ്മുടെ ഡ്രീം റോക്കിൽ. അപ്പോൾ ഇവിടെ ഡ്രീം റോക്കിൽ നമ്മൾ പറഞ്ഞല്ലോ വന്നപ്പോൾ നല്ല കോടയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഡ്രീം റോക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. വന്നപ്പം തന്നെ കാണിച്ച ഒരു പുഴയില്ലേ, ആ പുഴയിലൊക്കെ നടന്ന ആഗ്രഹം. അതാ നമ്മുടെ 3 മഹാന്മാർ ടവലൊക്കെ ആയിട്ട് കുളിക്കാൻ പോകാൻ തീരുമാനിച്ചു. എനിക്കുള്ള ടവൽ എടുത്തിട്ടുണ്ട്. എൽദോസ് എടുത്തിട്ടുണ്ട്. എൽദോസ് അങ്ങ് ടവലോട്ട് മുന്നിൽ പോവുകയാണ്. പറഞ്ഞില്ലല്ലോ, ഈ നിൽക്കുന്ന മുന്നിൽ പോകുന്ന 3 പേരും റിട്ടേൺസാണ്. തിരുവാമ്പാടി റോട്ടറി മിസ്റ്റി മെഡസിൻ്റെ മെമ്പേഴ്സാണ്. പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടായതുപോലെ റോട്ടറി വഴിയാ. അതെ, തീർച്ചയായിട്ടും. ഈ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കൂടിയത്. ഒരുപക്ഷെ പേഴ്സണലി ഈ 4 പേര് ഞങ്ങൾ 4 പേരും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി 3 പേരും പരിചയം ഉണ്ടെങ്കിലും റോട്ടറിയാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർത്തത്. അല്ലേ സനീഷ് ജി? എനിക്ക് റോട്ടറി തന്ന സമ്പാദ്യമാണ് സനീഷും ബഹുമാനോട് സനീഷ് സാറും അതേപോലെ തന്നെ. അതാ റോട്ടറി. അപ്പോൾ റോട്ടറിയുടെ ഒരു എന്താ പറയുക ബാനറിൻ്റെ കീഴിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നത് ഇതാണ് നമ്മുടെ വഴി. ഇവിടുന്ന് ചെറിയൊരു ഇടവഴി. നമുക്ക് ഈ ഇടവഴികളും പരിചയമാണല്ലോ. താഴെ പുഴയിലേക്ക് ഇറങ്ങണ്ടേ? അതെ, എത്രയോ ഒടുവഴി ചാടി ആണ് നമ്മളൊക്കെ എത്തിയത്. ഈ കെ ജോസഫ് ഈ ഒടുവഴി ഇറങ്ങിയാൽ നേരെ എത്തിയ പുഴയിലേക്കാണ്. അപ്പോൾ നേരെ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടുപൂക്കളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ടില്ലേ? യെസ്, എടുക്കണോ? അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ആഗ്രഹം ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഒന്ന് എടുത്തു കൊടുത്തേക്കാം, അതിനുശേഷം വീഡിയോ തുടരുന്നതാണ്. നമ്മുടെ ജിബിക്കൂട്ടർ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കൂ. അങ്ങയുടെ വഴികൾ ഞാൻ പിന്തുടരാം. അങ്ങയുടെ പാതകൾ തുടരാം, ഞങ്ങൾ പിന്തുടരാം. ട്രിപ്പാണ്, ശ്രദ്ധിക്കണം. ചെറിയ മഴ പെയ്തിരുന്നു, അതുകൊണ്ട് പാറക്കല്ലിനിടെ കാട്ടുപുഴ അങ്ങനെ അല്ലേ, കാട്ടരുവി, പാറകളിൽ തലതല്ലി ഒഴുകുന്ന കാട്ടരുവി. ഈ വെള്ളത്തിൻ്റെ പ്രശ്നം അറിയോ? ഈ പുഴ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഐസ് പോലെ തണുത്ത വെള്ളമായിരിക്കും. ഒന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആദ്യം ഒന്ന് വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടു നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഡോക്ടർമാർ ശരത്തും സുനിലൊക്കെ അവിടെ വന്നെടുത്തതാണ്. അന്ന് ഇവിടെ ഒരു ചെറിയൊരു റീൽസ് എടുത്തിരുന്നു. ഇത് കണ്ടോ പുഴയിൽ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കടവുണ്ട്, ചെറുതായിട്ട്. ഇവിടുന്ന് ചാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കൂ, 2 മഹാന്മാർ പുഴയിലേക്ക് ഇറങ്ങി. അവർ തണുത്ത് വിറച്ചോണ്ടിരിക്കുക. കൂവുന്നത് സന്തോഷം കൊണ്ടല്ല, തണുത്ത് വിറച്ചിട്ടാ. അപ്പോൾ ഞങ്ങളങ്ങനെ പുഴയിൽ നീരാടിക്കൊണ്ടിരിക്കുക. കണ്ടോ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നത്. നമുക്ക് എൻ്റെ ശബ്ദത്തിൽ ഒരു വിറകുണ്ടാവും. വേറെ കൊണ്ടല്ല, തണുത്ത് വിറയ്ക്കുക. പുഴ ഒഴുകും വഴി കേട്ടിട്ടില്ലേ? കണ്ടോ, നമ്മുടെ എൽദോസ് ഉണ്ട്. നമുക്ക് കാവലായിട്ട് എൽദോസ് ഉണ്ട്.
നമ്മുടെ മുത്തുമണിയെ ചാടിക്കൊണ്ടിരിക്കുക. പക്ഷെ റീബ്ലോക്കിന്റെ മുതലാളി സമ്മതിക്കുന്നത് എവിടെ വരുന്നെങ്കിൽ അതാ വിഷയം. ഒരു വരണമെങ്കിൽ റീവാക്ക് വരെ സമ്മതിക്കണം. ആ വിഷയം. ദൂരെ മലയില് കോടിറങ്ങിക്കൊണ്ടിരിക്കുക കണ്ടോ. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോരെ. സന്ധ്യ മയങ്ങി ഞങ്ങളത് കുളിച്ച് കയറി. അപ്പോൾ തോർത്ത് ടവലിന് ഭയങ്കര വെയിറ്റ് എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ട് മഹാന്മാർ പെരുമ്പാമ്പിനെ പിടിക്കുന്ന പോലെ എന്താ പറയുക തോർത്ത് ആ ടവലിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അതൊരു സീനല്ലേ അതൊക്കെ. യെസ് 5 കിലോ പറഞ്ഞില്ലേ വെയിറ്റ് അല്ലേ? എങ്ങനെയുണ്ട് പുഴയിലെ കുളി പറയൂ. സൂപ്പർ. ഒന്നും പറയാനില്ല, കാരണം ഇത്ര നല്ല രസം നമ്മൾ വന്നിരിക്കുന്ന അല്ല ഇത്ര മനോഹരമായ ഒരു ഈവനിങ് തന്ന നമ്മുടെ എൽദോസ് കൂട്ടന് അല്ലേ ജിവിക്കുട്ടാ എന്ത് പറയുന്നു? സാറേ നല്ല തണുപ്പാണ്, സംസാരിക്കാൻ വയ്യ, പറയാൻ പറ്റുന്നില്ല. ഫോണിൽ പോയിട്ട് പറയാം. അതെ യെസ്. ഇപ്പം ഞങ്ങളിങ്ങനെ കാട്ടുകല്ല് കയറി ഞങ്ങൾ പയ്യെ എൻ്റെ അമ്മേ എൻ്റെ ചുറ്റും എൻ്റെ കാല വെച്ച് കാട്ടുവള്ളി കുടുങ്ങി. കാട്ടുവഴികളിലൂടെ ശരിക്കും നല്ല തെന്നലുണ്ട് പുഴയ്ക്ക് കല്ലുകൾക്ക്. അപ്പോൾ എന്താ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീണാൽ പല്ലുണ്ടാവില്ല. ഡ്രീം റോക്കിലെ കല്ലുകളെ, ഡ്രീം റോക്കിലെ തഴി കഴുകുന്ന കുഞ്ഞരുവിയെ നന്ദി. ഞങ്ങളിപ്പോൾ മടങ്ങട്ടെ. മറ്റേക്കൽ ഇവിടെ വരും തീർച്ചയായിട്ടും, പലതവണ വരും കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഡ്രീം റോക്ക് അസാധ്യം തന്നെ. ഡ്രീം റോക്കിലെ റോക്കുകളും ഡ്രീം റോക്കിലെ കുഞ്ഞരുവിയും സൂപ്പർ സൂപ്പർ സൂപ്പർ. അവിടെ ഒരു ജിബി സാറുണ്ട്, ദെൻ അവിടെ സനീഷ് ജി ഉണ്ട്. സനീഷ് ജി, നമ്മൾ പക്ഷേ പകൽ ഇവിടെ വരുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? റോക്ക് വെച്ചിട്ട് ഇത്ര രീതിയിൽ ചെയ്യുന്ന വിചാരിച്ചില്ല, കാരണം ഒന്നും ഇളക്കിയിട്ടില്ലല്ലോ. അതാണ് മണ്ണിളക്കാതെ മണ്ണിളക്കാണ്ടുള്ള പാറേൻ്റെ എന്താ ഫുള്ള് പാറകൾ അതേപോലെ നിർത്തിക്കൊണ്ട റിസോർട്ടാണ്. പകൽ രാത്രി വരുമ്പോൾ ഇത്ര നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ രാത്രി വേറെ വൈബാണ്. പകൽ വന്നപ്പോഴാണ് ഈ രണ്ട് സൈഡിൽ പുഴ. സനീഷ് എനിക്കറിയാം, ഒട്ടേറെ രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ്. ഒട്ടേറെ ഇങ്ങനെയുള്ള മനോഹരമായ പ്രോപ്പർട്ടികൾ അല്ലേ എന്താ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അത് ആ ലെവലിൽ ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രീം വേൾഡ്? ഡ്രീം വേൾഡ് നല്ല സെറ്റപ്പാണ്. കാരണം മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ 2 പ്രാവശ്യം വന്നപ്പോഴും രാത്രിയാണ് വന്നത്. ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ വന്ന ഇത്രയും കൂടെ ഇറങ്ങി പകൽ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു വൈബ് വേറെ വൈബാണ്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ഭംഗിയാണ്. കാരണം താഴത്തെ പുഴ എന്നാൽ ശ്രദ്ധയിലൊന്നുമില്ല. താഴേക്ക് ഇത് പുഴയാണ്. ഇത് രണ്ടും നമ്മുടെ ഇരുവഞ്ഞിപ്പുഴയുടെ കൈവഴികളാണ്. 2 പുഴയുടെ നടുക്കാണ്. അതെ 2 പുഴകളുടെ നടുക്കാണ്. അതെ ഇതാ ഇവിടെ ഒരു പുഴയുണ്ട്, നമ്മൾ വന്ന വഴി കണ്ടില്ല അടുത്ത പുഴ. അപ്പോൾ ഏതാണെങ്കിലും കൊള്ളാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ വയനാടിൻ്റെ എന്താ പറയുക, ഒരു എനിക്കൊന്ന് ഏറെ നാൾ വയനാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സ്റ്റിൽ വയനാട് തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജിബി സാറുള്ളത്. ജിബി സാർ പോകുന്ന വഴിക്ക് മുമ്പ് പറഞ്ഞു, നമ്മുടെ മണ്ണിൻ്റെ കഥ പറഞ്ഞു. അതോടൊപ്പം ജിബി സാറേ അങ്ങും ഒത്തിരി അറിയാം വൈത്തിരിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ഈ റിസോർട്ടൊക്കെ ഇഷ്ടമുള്ള കാണുന്ന ആളുമാണ്. നമ്മുടെ കൊച്ചിൻ്റെ നമ്മുടെ ഡ്രീം റോക്ക് എങ്ങനെയുണ്ട്? സാർ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോഴും വയനാട് തന്നെയാണ്. വയനാട് പോവുക. അതെ. അത് മാറിയിട്ട് ഈ പിന്നെ പഴയ ആനക്കാമ്പൊയിലിൻ്റെ എന്താ പറയുക ഒരു പ്രതാപം വീണ്ടെടുക്കുന്ന പാരമ്പര്യവും വീണ്ടെടുക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അത് തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തു പറയുന്ന ഒരു സാധനം, എങ്ങനെ മണ്ണിനെ വേദനിപ്പിക്കാതെ, ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുകയാണ്, മണ്ണിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. അത് എൽദോസിനെ സമ്മതിക്കണം ആ കാര്യത്തിൽ. വളരെ വളരെ ഭംഗിയായിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ 2 പുഴകളുടെ നടുക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത സാർ, ഒരു കാട്ടാന പോലും ഈ പറമ്പിലേക്ക് കയറില്ല. 2 സൈഡിലും പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് വന്ന് വലിയ റിസ്ക് ആണ് എൽദോ ഏറ്റെടുത്തത്. ഉണ്ടാക്കിക്കൊന്നും സാർ നോക്കിക്കോ, ഒന്നിനോട് എല്ലാം ഡിഫറെന്റ്, ഒരേ ലെവൽ ഒന്നും ഓരോ കോട്ടേജും ഡിഫറെന്റ് ആയിട്ട് കോട്ടേജുകൾ, അത് പാറകളൊക്കെ അങ്ങനെ നിർത്തി. നമ്മൾ ഈ മണ്ണ് വല്ലാതെ വേദനിപ്പിക്കാതെന്നൊക്കെ നമ്മൾ കേട്ടുള്ളൂ. പാറയൊക്കെ എല്ലാവരും കട്ട് ചെയ്ത് കളയുന്നു. അതെ, പാറയെ വേദനിപ്പിക്കാതെ പാറയെ പോലും വേദനിപ്പിക്കാതെ ചെയ്ത നല്ല രസമായിട്ടുള്ള ഒരു പേരും ഇട്ടല്ലോ, ഡ്രീം റോക്ക്. അങ്ങനെ മനോഹരമാണ് സാർ, സൂപ്പർ. എല്ലാവരും വന്ന് ഒരു നൈറ്റും
എനിക്കൊന്നും ഒരു നൈറ്റ് ഒന്നല്ല, വെറുതെ ഒന്ന് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരു റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യണമെങ്കിൽ പ്രകൃതിയിൽ നിന്ന് റീചാർജ് ചെയ്യാം. പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഒരു 1-2 ദിവസം ഇരിക്കാൻ പറ്റുന്ന മനോഹരമാണ്. പുഴയിൽ നിന്ന് കരയിൽ കയറിയപ്പോൾ ഇവിടെ സന്ധ്യ മയങ്ങി. നമ്മുടെ ഡ്രീം റോക്കിലെ വൈദ്യുത വിളക്കുകൾ കണ്ണു തുറന്നിരിക്കുന്നു. എൽദോസിന് ഇന്ന് എറണാകുളത്ത് പോകേണ്ടതാണ്, നമുക്കുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഡിയർ എൽദോസ്, ഡിയർ ഡ്രീം റോക്ക്, താങ്ക് യു ഫോർ ദി ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു വെരി മച്ച്. എന്ത് പറയുന്നു? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. സത്യമായിട്ടും ഒരു ദിവസം ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു. അതാണ് അങ്ങനെ വരണം. മനോഹരമായിട്ടുള്ള ദിവസം, പ്രതീക്ഷിച്ചതിൽ എത്ര കൂടുതലായി. അതെ, ഒന്നും പ്രതീക്ഷിച്ചില്ല, എല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്പുറത്തേക്ക് എത്തി. തീർച്ചയായിട്ടും. അപ്പം ഡ്രീം റോക്കിനും നമ്മുടെ ഡ്രീം റോക്കിൻ്റെ സ്വന്തമായ എൽദോസിനും പ്രിയ മാത്യുവിനും പ്രിയ സജിക്കും ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും യെസ്, എല്ലാവർക്കും നന്ദി.